Okay guys, ഒരു question നമുക്ക് നോക്കാം. A vector has a component along x-axis equal to 25 units and along the y-axis equal to 16 units. Find the magnitude and direction of the vector. ഒരു വെക്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് 25 യൂണിറ്റ് ആണ്, വൈ കോമ്പണൻറ്റ് 60 യൂണിറ്റ് ആണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദ വെക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പോസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യം ആക്സിസ് വരച്ച് നോക്കാം. ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. അതിന് എന്താ പറഞ്ഞിട്ടുള്ളത്? 25 യൂണിറ്റ് ആണ് എന്ത് എക്സ് കോമ്പണൻറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം അത് വരച്ച് നോക്കാം. എക്സ് കോമ്പണൻറ്റ് വിച്ച് ഈസ് 25 യൂണിറ്റ്സ്. വൈ കോമ്പണൻറ്റ് എത്ര പറഞ്ഞത്? 60 യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും എൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ? ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, ഇത് എ ബാർ ആണ്, ഇത് ബി ബാർ ആണെങ്കിൽ റിസൾട്ടൻ്റ് എ ബാർ പ്ലസ് ബി ബാർ എന്തായിരിക്കും? ബി ബാറിൻ്റെ ടെയില് എ ബാറിൻ്റെ ഹെഡിൽ വെച്ചതായിരിക്കും അല്ലേ. അപ്പോൾ ഇതല്ലേ നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ വെക്ടർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 അല്ലേ. അപ്പോൾ രണ്ട് വെക്ടറുകൾ വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? സി ബാർ ആണ് റിസൾട്ടൻ്റ് എന്ന് വിചാരിക്കുക. സി ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഗിവൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. തീറ്റ ഈ കേസിൽ എന്താണ്? എ ബാറും ബി ബാറും തമ്മിലുള്ള ആംഗിൾ ആണ് അല്ലേ. അത് എത്രയാണ്? 90 ഡിഗ്രി അല്ലേ. ഓക്കെ, അപ്പോൾ കോസ് 90 വരും. കോസ് 90 0 അല്ലേ. അപ്പോൾ എന്ത് വന്നു? റൂട്ട് ഓഫ് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് വിച്ച് ഈസ് റൂട്ട് ഓഫ് 25 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ 65 യൂണിറ്റ്സ്. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സി ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 65 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. ഈ കാണുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എ ബാർ സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡും അറിയാം, അഡ്ജസൻറ്റ് സൈഡും അറിയാം, ഓപ്പോസിറ്റ് സൈഡും അറിയാം. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ ചെയ്താൽ പോരെ. അതിലാണ് നമ്മളിവിടെ ചെയ്തത്. എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 65 കിട്ടും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം അല്ലേ.